In the last video, we discussed some of the definition for the communication, and here we are explaining what is the communication process. പല ഡെഫിനിഷൻസും നമ്മൾ പറഞ്ഞതിൽ ഒന്നായിരുന്നു എന്ത്, ദ ട്രാൻസ്ഫർ ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെസ്സേജ്, ഇൻഫോർമേഷൻ ഓർ ഐഡിയാസ് ഫ്രം എ സെൻഡർ ടു എ റിസീവർ. എന്നാൽ അവിടെ മാത്രം അത് എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. ഇഫ് എ മെസ്സേജസ് ഓർ ഐഡിയ ഓർ ഇൻഫോർമേഷൻ ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം എ സെൻഡർ ടു എ റിസീവർ, ആ റിസീവറിന് ആ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ഫീഡ്ബാക്ക്. റിസീവർ എന്ത് ചെയ്യുന്നു, ഒരു ഫീഡ്ബാക്ക് ആർക്ക് കൊടുക്കുന്നു, സെൻഡറിന് തിരിച്ച് കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സസ് വർക്ക്ഡ് ഔട്ട്. സെൻഡർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ആർക്ക് കിട്ടുന്നു, റിസീവറിന് കിട്ടുന്നു. ആ റിസീവർ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തിരിച്ച് റിപ്ലൈ ആയി, അതായത് ഫീഡ്ബാക്ക് ആർക്ക് കൊടുക്കുന്നു, സെൻഡറിന് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ വി കെൻ സേ ദാറ്റ് in communication process there is transmission of message from the sender to the receiver or understanding. ഇങ്ങനെ വെറുതെ ഒരു മെസ്സേജ് കൊടുത്താൽ പോരാ, ആ ഒരു കൊടുത്ത സെൻഡർ കൊടുത്തിട്ടുള്ള മെസ്സേജ് റിസീവറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫീഡ്ബാക്ക് കൊടുത്തിട്ടുള്ളത്. Therefore understanding is a main factor in a communication. Understanding of the message is a result of the communication process. The message is transmitted through certain media or channels. The response to the message is known by receiving the feedback from the recipient of the communication. ഒരു റിസീവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നതോടുകൂടി അവിടെ എന്തുണ്ടായി, ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ത് ചെയ്തു, വർക്കൗട്ട് ചെയ്തു. ഈ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് ചില മീഡിയാസോ അല്ലെങ്കിൽ ചാനൽസോ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പ്രോപ്പറായി മനസ്സിലാവുന്ന ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോർമൽ പല കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാകാം, അതായത് ഞാൻ പറയുന്നതിൽ പലർക്കും മനസ്സിലാകാം, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലാകാം, മനസ്സിലാകാതിരിക്കാം. ഞാൻ ഉദ്ദേശിച്ച ഒരു സെൻഡർ ഉദ്ദേശിച്ച കാര്യം എന്താണ് എന്ന് റിസീവറിന് മനസ്സിലായി, ആ മനസ്സിലായി കഴിഞ്ഞ് അതിന് കറക്റ്റായിട്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്വയർ ചെയ്യേണ്ട ഒരു സ്കില്ല് എന്താണ്, നമ്മൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളൊരു സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. വെറുതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുകയല്ല. ഓൾ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഇഫക്റ്റീവ്. എല്ലാ കമ്മ്യൂണിക്കേഷനും ഇഫക്റ്റീവ് ആവുന്ന സമയത്താണ് ആ ഒരു സ്കില്ല് നമ്മളിൽ എന്തുണ്ടായിട്ടുള്ളത്, കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. പ്രോസസ്. Communication is a process whereby information is enclosed in a package and is channeled and imparted by a sender to receiver some media. That means the information is passed from the sender to receiver through a media or channel that we already discussed earlier. And what happens if the receiver has got that message? The receiver then decodes the message and gives the sender a feedback. Definitely that message will be decoded by the receiver, and if you understand what the sender means, then surely that receiver will give a feedback to the sender. All forms of communication require a sender, a message and a recipient. ഈ മൂന്ന് കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ എന്ത് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഒരു സെൻഡർ ഉണ്ടായിരിക്കണം, ഒരു മെസ്സേജ് എന്താണ് കൊടുക്കണം, മെസ്സേജ് ഉണ്ടായിരിക്കണം, എന്ത് വേണം, ഒരു റെസിപ്പിയൻറ്റും വേണം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് എ ഏരിയ ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് കോമണാലിറ്റി. നമുക്കത് ഒന്നും കൂടെ പറയാം. കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് എൻ ഏരിയ ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് കോമണാലിറ്റി. നമ്മൾ പല രീതിയിൽ, നമ്മൾ ഓൾറെഡി പോയിന്റ് അവിടെ നിൽക്കട്ടെ, നമ്മളത് ഒന്നും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, യു കീപ് ഇറ്റ് ദർ ഇറ്റ് സെൽഫ്, വി ക്യാൻ ഡിസ്കസ് ആഫ്റ്റർ സം ടൈംസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ എന്ത് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻസ് പറഞ്ഞു, സെൻഡർ ടു റിസീവർ പറഞ്ഞു, സെൻഡർ, എ മെസ്സേജ് ആൻഡ് റെസിപ്പിയൻറ്റ്. എനിവേ, ഈ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന് പല രീതിയിലുള്ള കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില രീതികളുണ്ട്. അല്ലെങ്കിൽ റിക്വയർസ് എൻ ഏരിയ ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് കോമണാലിറ്റി, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില രീതികളുണ്ട്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വേർബൽ മീൻസ് അല്ലേ. നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾ നമുക്ക് വേർബലായിട്ട് പറയാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആർക്ക് എന്ത് ചെയ്യുന്നു, മറ്റൊരാൾക്ക് മനസ്സിലാവുന്നു, യൂസിങ് എ പ്രോപ്പർ ലാംഗ്വേജ്.
നമ്മൾ രണ്ടുപേർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ദാറ്റ് ഈസ് എ വെർബൽ മീൻസ്. ഇനി വെർബൽ മാത്രമല്ല, എല്ലാ സമയത്തും നമ്മൾ വെർബൽ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. പല സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ വെർബൽ മീൻസും യൂസ് ചെയ്യുന്നുണ്ട്. നോൺ വെർബൽ മീൻസ് ഒരുപാട് ടൈപ്പിലുണ്ട്. അതായത് കുറച്ചെണ്ണം മാത്രമേ ഞാനിവിടെ കോട്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ചില ബോഡി ലാംഗ്വേജസ്, നമ്മുടെ സൈൻ ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്. ഈ ഒരു ഐ കോണ്ടാക്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന ചില കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന ചില ബോഡി ലാംഗ്വേജസ് അല്ലേ, നമ്മൾ ദിസ് ലൈക്ക് ദാറ്റ് വേ, ഓസ് നോട്ട്, ഓ വൂഫ്, ഗുഡ് പ്ലീസ്, സോറി പ്ലീസ്, ലക്കി, ഓ നൗ ലിസൺ എന്ന് പറയുന്ന ഒരുപാട് ബോഡി ലാംഗ്വേജസ്, ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ബോഡി ലാംഗ്വേജസ് ഉണ്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മുടെ ഐസ്, നമ്മുടെ ഐബ്രോസ്, നമ്മുടെ ഫിംഗേഴ്സ്, നമ്മുടെ ഹാൻഡ്സ്, നമ്മുടെ ബോഡി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ knowingly or unknowingly we are using several methods to communicate a message from a sender to a receiver. The next is through medias. The message or communication can be done through certain medias other than pictures, graphics, sound, writing. നമ്മളിങ്ങനെ കാണാറുണ്ട്, ഗോ റൈറ്റ് ഒരാരോ കൊണ്ടാൽ നമ്മൾ ഗോ ലെഫ്റ്റ് എന്ന് നമ്മൾ ആരോടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. വി നോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഗോ ലെഫ്റ്റ്. നമ്മളിങ്ങനെ നോർമലി ഇതൊക്കെ നമ്മൾ റോഡിൽ കാണുന്നതാണല്ലേ, ടേക്ക് യു ടേൺ ഇതെല്ലാം നമ്മൾക്ക്. സോ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, ദാറ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ, നമ്മൾ നോർമലി കാണുന്നതാണ് ഇറ്റ് മീൻസ് നോ സ്മോക്കിംഗ്. അവിടെ എവിടെയും നമ്മൾ നോ സ്മോക്കിംഗ് എന്ന് എഴുതി വെക്കാറില്ല. ബട്ട് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ. Man only, then woman only, at the rate, then internet option. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് അറിയാം. അപ്പം ഇങ്ങനെ ഒന്നുകൂടെ പറയാം, എന്തെല്ലാമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ ഒരു കാര്യം വെർബൽ മീൻസ് ആയിരുന്നു, ബൈ യൂസിങ് ലാംഗ്വേജ്. അതല്ലെങ്കിൽ നോൺ വെർബൽ മീൻസ് ബോഡി ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ്, or eye contact, whatever it is. Then അതിനുശേഷം നമ്മൾ പറഞ്ഞു ത്രൂ മീഡിയാസ്, ത്രൂ പിക്ചേഴ്സ്, ഗ്രാഫിക്സ്, സൗണ്ട്, റൈറ്റിംഗ്, എക്സെട്ര. ഇതൊക്കെ നമ്മൾ അതിനുള്ള എക്സാമ്പിൾസാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എനിവേ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എനിവേ കമ്മ്യൂണിക്കേഷൻ മീൻസ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഇൻഫോർമേഷൻസ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ തന്നെ എനിക്ക് എന്താ പറയാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റും. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ, വാട്ട് വ്യൂ? That means communication means sending and receiving information. Communication consists of the following elements. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത്, ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, സെൻറ്ററിൽ നിന്ന് റിസീവറിലോട്ട് പറഞ്ഞു. അതിനുശേഷം ഒന്നും കൂടെ കോറിലോട്ട് പോയി, സെൻറ്റർ, മെസ്സേജ് ആൻഡ് റെസിപ്പിയൻറ്റ്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഒന്നും കൂടെ കോറിലോട്ട് പോവാണ്. എന്താണ്? The communication consists of the following important elements. That is a center, a message, a channel, a receiver and ultimately a feedback. അപ്പോൾ ഈ ഒരു കാര്യമാണ് എന്ത്, നമ്മൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രോസസ്സ്. സെൻറ്റർ എന്ത് ചെയ്യുന്നു, ഒരു മെസ്സേജ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് എൻകോഡിങ്. സെൻറ്ററിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നു, എൻകോഡ് ചെയ്യുന്നു മെസ്സേജായിട്ട്. ആ മെസ്സേജ് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ചാനൽ വേണം. ആ ചാനൽ യൂസ് ചെയ്ത് അത് എവിടെ എത്തുന്നു, റിസീവറിലോട്ട് എത്തുന്നു. ആ റിസീവറിന് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ റിസീവർ അത് എന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കിയെടുത്തു. എന്നിട്ട് അതിന് പ്രോപ്പറായിട്ടൊരു ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്നു. ഇനി ഫീഡ്ബാക്ക് സെൻറ്ററിലോട്ട് എത്തണമെങ്കിലും എന്ത് തന്നെ വേണം, ഒരു പ്രോപ്പറായിട്ടുള്ള ചാനൽ വേണം. സോ ദിസ് ഈസ് കോൾഡ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിനടുത്ത് തന്നെ നമ്മൾ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും നോയ്സും എന്നൊക്കെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഓൺലി ദ പ്രോസസ് ഓഫ് communication. Once again I will explain. The center is encoding the messages and through a proper channel it is reaching to the receiver, and after the decoding that messages the receiver is giving a feedback to the center through a proper channel. So this is a complete process of communication. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മൈനർ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇപ്പോഴാണ് നമ്മൾ ഒരു ടോപ്പിക്കിലോട്ട് എൻ്റർ ചെയ്തിട്ടുള്ളത്, ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഓരോന്ന് നോക്കുകയാണ്. എന്താ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്? സെൻറ്റർ മീൻസ് ഹു പ്രൊഡ്യൂസസ് എ മെസ്സേജ്. വാട്ട് ഈസ് എ മെസ്സേജ്?
മെസ്സേജ് മീൻസ് വിച്ച് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ ടു ബി ട്രാൻസ്മിറ്റഡ്. എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ആ ഇൻഫോർമേഷൻ ഓർ ദാറ്റ് ഐഡിയാസ്. ദെൻ വാട്ട് ഈസ് എ ചാനൽ? To which a channel is to which the signals are adapted for transmission. ഒരു ട്രാൻസ്ഫർ പല രീതിയിലുള്ള ട്രാൻസ്മിഷൻസ് നമുക്ക് നടത്താം. Then who is the receiver? Receiver means who decodes or reconstructs the message from the signal. ചാനലിൽ കൊടുത്തിട്ടുള്ള ആ മെസ്സേജിനെ ഡീകോഡ് ചെയ്തു റീകൺസ്ട്രക്ട് ചെയ്യുന്നു ആ മെസ്സേജിന് ഫ്രം സിഗ്നൽ. Then a feedback, which is the response towards the received information. ഓൾറെഡി റിസീവ് ചെയ്ത ഇൻഫോർമേഷന് കറക്റ്റായിട്ടൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഒരു പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ അറ്റ് ലാസ്റ്റ് എത്തുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഓരോന്നും നമ്മൾ എടുത്ത് പഠിക്കാനുണ്ട്. എന്ത് വാട്ട് ഈസ് എ സെൻറ്റർ, വാട്ട് ഈസ് എ മെസ്സേജ്, വാട്ട് ഈസ് എ ചാനൽ, വാട്ട് ഈസ് എ റിസീവർ, വാട്ട് ഈസ് എ ഫീഡ്ബാക്ക് എന്നുള്ളത് ഓരോന്നും നമ്മൾ പറയുന്നു. അതിനകത്ത് ഒന്ന് മാത്രം നമുക്ക് ഇന്ന് പറയാം, സെൻറ്റർ. ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഓഫ് ദ സെൻറ്റർ ഇൻഫ്ലുവൻസ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഒന്നുകൂടെ ഇവിടെ പറയാം. നമുക്ക് ഈ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലറിയാം എന്ത് വാട്ട് ഈസ് എ സെൻറ്റർ, വാട്ട് എ സെൻറ്റർ മീൻസ്. പക്ഷെ ഒരു ലൈഫ് സ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് എത്രമാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ടോപ്പിക്കിനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ പല ഇൻഫോർമേഷൻസും റിപ്പീറ്റഡ് ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ടാകും. എനിവേ യു ജസ്റ്റ് നോട്ട് ദാറ്റ് ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. The center. The following aspects of the center influence the process of communication. സെൻറ്ററിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്താണ് സെൻറ്ററിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇപ്പം ഞാനാണ് സെൻറ്റർ എന്ന് വിചാരിക്കുക, എനിക്ക് മെസ്സേജ് നിങ്ങളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അല്ലേ. ഞാനൊരു പെർട്ടിക്കുലർ ഇൻഫോർമേഷനെ ഒരു ഐഡിയാസ് എന്ന് ഞാനൊരു പെർട്ടിക്കുലർ ഐഡിയ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയയെ ഞാൻ നിങ്ങളിലോട്ട് എന്ത് ചെയ്യാണ്, സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട കാര്യം എന്താണ്, ആ സെൻറ്റേഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ആയിരിക്കണം? ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻവോൾവ് ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, തിങ്കിങ് ആൻഡ് റീസണിങ്. ഇത്രയും സ്കിൽസുകൾ ആ ഒരു സെൻറ്ററിന് ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദെൻ സെൻറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഇനി വേറൊരു സെൻറ്റർ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു കാര്യം പറഞ്ഞത് എന്താണ് ആ സെൻറ്റർ ആറ്റിറ്റ്യൂഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വൺസ് ജനറലൈസ്ഡ് ടെൻഡൻസി ടു ഫീൽ വൺ വേ ഓർ അനദർ അബൌട്ട് സംതിങ്. ദെൻ സെൻറ്റേഴ്സ് നോളജ് ലെവൽ. നമ്മൾ പറയുന്ന ഇൻഫോർമേഷനെ കുറിച്ച് എന്തുണ്ടായിരിക്കണം, നന്നായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇറ്റ് റിഫേഴ്സ് ടു ദി ഇൻഫോർമേഷൻ ലെവൽ ഓഫ് ദ സെൻറ്റർ റിഗാർഡിംഗ് ദ മാറ്റർ വിച്ച് ഇസ് കമ്മ്യൂണിക്കേറ്റഡ്. And the next one is center's social position. അപ്പോൾ ഇത് നമ്മുടെ കേസിൽ മാത്രമല്ല, ബാക്കി ഏതും ഒരു സെൻറ്റർ ഒരു മെസ്സേജ് ഇപ്പോൾ ഒരു ഡെഫിനറ്റ് ഒരു ഓതറൈസ്ഡ് പ്ലേസിൽ നിന്നാണ് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് റെഫേഴ്സ് ടു ദ റാങ്ക് ആൻഡ് ലെവൽ അറ്റ് വിച്ച് ദ സെൻറ്റർ ഇസ് പ്ലേസ്ഡ് ഇൻ ദ സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയിൽ ആ ഒരു സെൻറ്റർ ഏത് പൊസിഷനിലാണ്, ഏത് റാങ്കിലാണ് നിൽക്കുന്നതിൻ്റെ ബേസിസിൽ ആ ഒരു കമ്മ്യൂണിക്കേഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ദെൻ സെൻറ്റേഴ്സ് കൾച്ചർ. It is a sum total of all the capabilities that the center requires as a part of the group life. ഗ്രൂപ്പ് ലൈഫിൽ നിന്ന് ആ സെൻറ്റർ അക്വയർ ചെയ്തിട്ടുള്ള അയാളുടെ ക്യാപ്പബിലിറ്റീസ്, ഇതിനെയാണ് എന്താ പറയുക, സെൻറ്റേഴ്സ് കൾച്ചർ. അപ്പം നമ്മൾ ഒരു കണ്ടൻറ്റ് മാത്രമേ, കോൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദ സെൻറ്റർ. ഓക്കെ, സോ വി ക്യാൻ ഡിസ്കസ് ദ അതർ കോൺസെപ്റ്റ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.